ഒന്ന് ഹോൾഡ് ചെയ്യണേ അച്ചൂട്ടാ. റിസൾട്ട് വരാറായില്ലേ? അയ്യോ സൈറ്റില് ഭയങ്കര ബ്ലോക്ക്. സൈറ്റ് ഞാൻ ഇന്നലെ കയറിയപ്പോ നല്ല സ്പീഡായിരുന്നല്ലേ. അത് വേറെ സൈറ്റ്. അത് നമുക്ക് സ്പീഡിൽ വരും. ശരി. ചില്ലുകൾ പറയൂ. കണ്ണാടിച്ചില്ല്, കുപ്പിച്ചില്ല്, ജനാലച്ചില്ല്, മരത്തിന്റെ ചില്ല്. എടാ മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ പറയാനാണ് പറഞ്ഞത്. അതാ AEIOU. അത് വവ്വൽസ്. ചോദ്യം ഒന്ന് മാറ്റിയാ പോലെ മാസേ. ഞാൻ പറഞ്ഞ ഉത്തരം ശരിയല്ലേ? ഒരു മാസമായില്ലാണ് ട്യൂഷൻ വരാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞ കഴിവുകേട് തന്നെയാണ് മാസേ. കഴിവുകേട് തന്നെയാണ്. ആരടാ പഠിക്കുന്ന മാസണ്ടാ? ഇന്നലെ പഠിപ്പിച്ച രണ്ടിന്റെ ഇഞ്ചോടി പറഞ്ഞാണ്. ഓർമ്മയില്ല മാസേ. ഇന്നലെ പഠിപ്പിച്ച പദ്യം ചൊല്ലിക്കാണ്. ഓർമ്മയില്ല മാസേ. പിന്നെ എന്തോന്ന് ഓർമ്മ ഉണ്ട്? ഇന്നലെ ചായ കഴിച്ച പക്കാവതയും വെച്ചയൊക്കെ ഓർമ്മ ഉണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ആഹാ അതോർമ്മ ഉണ്ടാ? അതങ്ങ് എഴുതി വെച്ചാ മതി പരീക്ഷയ്ക്ക്. മാർക്ക് എത്തും. അരിയുണ്ട കിട്ടും. അരിയുണ്ടെങ്കിൽ അരിയുണ്ട കഴിച്ചോണ്ടിരിക്കാല്ല. മാസേ 4 മണിയായി. ഞാൻ കളിക്കാൻ പോത്താ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ നിന്നെ കളിക്കാൻ വിടാം. ഞാൻ പറയൂല. ഇപ്പൊ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഞാൻ പോത്താ. ഈന്തപ്പഴെടുക്ക്. ഓപ്പക്ക് ഭയങ്കര ഇഷ്ടാ. ചേട്ടാ എണ്ണയിലിട്ട് വീർത്തിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? പപ്പടം എടുക്കട്ടെ. എണ്ണയിലിട്ട് സൗകര്യം പോലെ വീർപ്പിച്ചോ. തോക്കൂന്നറിയാലോ, പിന്നെ എന്തിനായി ടെൻഷൻ? എടാ എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളാന്നറിയൂ? ഡോക്ടർ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ആരാന്നറിയോ? IAS. ഡോക്ടറിനെ ഒന്ന് നോക്കട്ടെ. എടാ വിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്ന് നിനക്കറിയോടാ? പോളോ. ഈ ഫ്ലാറ്റില് പ്രേതം ചിക്കാണ്. ചുണ്ണാമ്പ് ചോദിച്ചാ ചുരുട്ടെടുത്ത് കൊടുക്കുന്നതിനടുത്താ പറഞ്ഞ. അല്ല ഈ പ്രേതത്തിന്റെ പേരെന്തുവാ? പേര് അതാരാ? സ്പൈഡർമാൻ. മക്കള് സ്പൈഡർമാൻ ഉണ്ടായതാ? അതോ മക്കള് സ്പൈഡർമാൻ പിഴപ്പിച്ചതാ? അല്ലെങ്കിൽ സ്പൈഡർമാന്റെ വലയെന്ന് വന്നതായിരിക്കും അല്ലേ? ഞാനും വിട്ടു തരട്ടെ വല. എനിക്കും വരാറുണ്ട്. പക്ഷെ കൈ നല്ലെന്നേ ഉള്ളൂ. അമ്മാവ ഇവളുടെ ഒരു കൂട്ടുകാരൻ ഇവളുടെ തോളി കൂടെ കൈയിട്ടു. അച്ചു ഇവളുടെ ഒരു കൂട്ടുകാരൻ ഇവളുടെ തോളി കൂടെ കൈയിട്ടെന്ന്. ചേട്ടനിങ്ങനെ 90s അമ്മാമാരുടെ പോലെ പെരുമാറരുത് കേട്ടോ. അമ്മാവർക്ക് എന്താ കുഴപ്പം? അമ്മാവാ എടി 90s ഇപ്പോഴാണോ ഏറ്റവും കൂടുതൽ പീഡന കേസുകളുള്ളത്? അത് 90s മീഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മീഡിയ ഉണ്ട്. അപ്പൊ എല്ലാം പുറത്തു വരും. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്തായനെ. എന്താ എന്തിന് ഇവിടെ ഒരു ദിവസത്തേക്ക് ചെലവ് 5000 എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ? നല്ല എക്സ്പീരിയൻസ്. അല്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ഞാൻ അങ്ങനെ അധികം റീൽസ് ഇവരുടെ കണ്ടിട്ടില്ല. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നീ ഇവിടെ കിടന്ന് അലിമുണ്ടാക്കിയ കണ്ട ിക്കടത്ത് ഉറക്കി കളഞ്ഞ ഒന്നിപ്പോ വിഷ്ണു ഉറക്കിയിരിക്കും. എന്നാ അതൊന്ന് കാണണമല്ല. എടി നിക്കി എന്തെടുക്കുവാ? എടാ ഞാൻ നിനക്കൊരു ടീ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. എടി ഹോട്ടലിലെ കെറ്റിലൊന്നും ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ? എടാ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നീ ഇവിടെ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ നിൽക്ക്. ഞാൻ കേരളത്തിൽ പോയി ചായ ഇട്ടിട്ട് വരാം. പിന്നല്ലാതെ. എടി നീയേ ഉള്ളായിരുന്നേ. നീ മാത്രം ഉള്ളായിരുന്നു ഇനി കളിയാക്കാനായിട്ട്. ഇപ്പൊ അതും തികഞ്ഞു.
എന്താ പ്രശ്നം എന്താ? ഡോക്ടർ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ആരെന്ത്? ഞാൻ വെളുപ്പിന് 4 മണിക്കൊക്കെ എനിക്ക് മുട്ട പിരിക്കും. ഓ ഡബിളാണ്. അതറിഞ്ഞിട്ടെന്തിനാ? അല്ല എനിക്ക് തിങ്കളാ ഇഷ്ടം. അല്ല ഉറങ്ങാൻ പറ്റാത്ത എന്ത് ചിന്തകള് കടന്നു വരുമോ രാത്രിയില്? അല്ല ഡോക്ടർ, ഞാൻ ഈ മിതമായിട്ട് ഫോൺ ഉപയോഗിക്കും. മിതമായെന്ന് പറയുമ്പോ എപ്പോ? ഞാൻ ഒരു 12 മണിക്ക് ഉപയോഗിച്ച ഒരു വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെക്കും. എന്നിട്ട് എപ്പോ ഉറങ്ങും? ഞാൻ ഒരു 6:30 ആകുമ്പോൾ ഉറങ്ങും ഡോക്ടർ. എന്നിട്ട് എപ്പോ എണീക്കുന്നു? വൈകുന്നേരം ഒരു 5:30. എന്നിട്ട് രാത്രി നിനക്ക് ഉറക്കമില്ല. നിനക്കേടാ, ഞാൻ അമേരിക്കയിലോട്ടൊരു വിസ അടിച്ചു തരാം. അപ്പൊ അവിടെ പോയി എന്റെ അസുഖം മാറും ഡോക്ടർ? അണ്ടേ അടിച്ച് ഞാൻ പൊളിക്കും. എന്താ ബ്രോ, ഈ അജിൻ ആരാണ് ഇവിടെ? ഞാനാണ് അജിൻ. നിനക്ക് ലത അറിയോ? കാര്യം മനസ്സിലായി, അകത്തോട്ട് നിന്ന് സംസാരിക്കും. ഒന്നുമില്ല, എനിക്ക് അറിയാവുന്ന ആള്. ഒന്നുമില്ലെന്നാ എന്റെ ഭാര്യയുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവൻ. കമന്റ് ബോക്സിൽ കമന്റ് അല്ലേ ഇടാൻ പറ്റും, വേസ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ. ഒരു മാഷെ എങ്ങോട്ട് പോണ്? നീയൊന്നും അറിഞ്ഞില്ലേ? കേരളത്തിൽ ഇന്റർനെറ്റ് ഇല്ല. റീൽ ഞാനെങ്ങനെ ഷെയർ ചെയ്യാനേ? നിനക്ക് അഗ്രഹാറ്റ പോകണം. ഓളാ പറ്റി. ഞാൻ എങ്ങനെ ഈ വണ്ടി അതെ പിടിച്ചാ നിക്കും. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ സ്കോഡോ കാറ് സ്കോഡയുടെ കാറ് കേറ്. എന്താ അടിക്കാൻ പോവാ? എന്നോടാ രാജേഷണ്ണ പറയടാ കൂട്ടുകാരാ പറയണേ. എന്നിട്ട് പറയാം. നിന്റെ വീട് എവിടാ? എന്റെ വീടാ കാണുന്ന. രാജേഷണ്ണ പറയടാ. പിള്ളേരൊക്കെ എന്തേ? ഇവിടെ ഉണ്ടടാ, ഒരു അടിക്കേസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഇല്ലേ അതെ Q&A. ഓ ജിംഖാന്റെ എഫക്ട് പോയിട്ടില്ല കണ്ടോ? അപ്പൊ ബാക്കി നാളെ രണ്ടിനെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ പറയും. Q&Aക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാം. ഇത് എന്താ പറയാ? ഞാൻ മറ്റേ പറയും, മറ്റേ വീഡിയോ കാട്ടി കൊടുക്കും. ഞാനും കാട്ടി കൊടുക്കും. ജോടാ സൗണ്ട് ആയി കേൾക്കൂല. ഒന്ന് പറട്ടെ, ഉറപ്പാണോ? നമ്മളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞാൽ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛന്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛന്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ ഇവിടുത്തെ 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാ ഞാൻ ഇപ്പൊ ചാവും. അയ്യോ, 1 പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലിൽ ചാടാൻ പോകുന്നതിന് ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ സമ്മാനപ്പെടുത്തു. നമുക്ക് ആ പൈസ വേണ്ട, മരിക്കല്ലേ. ഇതെന്തോത്തിന് മൂങ്ങിച്ചാമ്പ പൂച്ചാനാ? റിസൾട്ട് വന്ന് നീ എന്റെ കാല് പിടിച്ചിരോടാ. എന്തിനി? അല്ല തലകുത്തിക്കായിരുന്നു ഞാൻ. നമുക്ക് പിള്ളേരെ ഫ്ലെക്സ് അടിക്കണ്ടേ? എന്തിന് പിള്ളേരെ ഫ്ലെക്സ് അടിക്കണം? എന്റെ ഫ്ലെക്സ് അടിക്കാം. കുട്ടികൾക്ക് ഊർജ്ജം നൽകി വിജയത്തിലെത്തിച്ച പീതാംബരൻ മെമ്പറിന് അഭിവാദ്യങ്ങൾ. അടിക്കണത് പോട്ട്, ഒരു മൊമെന്റ് എങ്കിലും പഴയ പരിപാടിയുടെ ഒരു ബുക്കും പേരെ മാറ്റി കൊടുക്കാം. പിന്നെ അതിനൊരു ബുക്കും പേരെ എനിക്ക് കൂടെ മാറ്റി വെച്ചേക്കണേ, കണക്കെഴുതാൻ. ഇപ്പൊ തന്നെ ആൾക്കാർ മെമ്പറിനെ മൂരാച്ചി എന്നാണ് വിളിക്കണേ. അങ്ങനെ പറഞ്ഞ നാട്ടുകാർ മൊത്തം വിളിക്കാറുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. 2-3 ആണെങ്കിൽ നമുക്ക് ഒതുക്കായിരുന്നു. ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടി നമ്മുടെ വാർഡില്ല. അതിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ കുട്ടിക്ക് നമുക്കൊരു ഏണി മാറ്റി കൊടുക്കാം. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. SSLC ഇങ്ങനെ, അടുത്ത +2 റിസൾട്ട് വരാൻ പോവേ. നീ ഇതെന്തേ പറഞ്ഞത്? ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ? ഫണ്ട് ഇല്ലേ? ഫണ്ടുണ്ട്. ആ ഫണ്ട് വെച്ചിട്ട് എന്റെ പിള്ളേരെ പഠിപ്പിക്കണത് MBBS. എന്തിന് പറയണം? ഒന്നും അറിയാത്ത അവർക്ക്. ഒരു കാര്യം ചെയ്യും, SSLC പിള്ളേർക്ക് പേന മാത്രം കൊടുത്താൽ മതി. +2 പിള്ളേർക്ക് നമുക്ക് ബുക്ക് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ മെമ്പർ അധികകാലം ഈ കസേരയിൽ ഇരിക്കൂല. എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, മടക്കി കുത്താനും അറിയാം. എന്നാലും നിൽക്കട്ടെ അവരോട് അല്ലേ? നീ എന്തെങ്കിലും അറിയാവുന്ന നീ എങ്ങനെയാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നത്? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലി വെച്ച് അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടി സൈഡ് ആയിരുന്നു. സുജിയേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. പേടിക്കാം.
അതല്ല ഹോസ്പിറ്റൽ എമർജൻസി. അല്ല ഇവനെ രക്ഷിക്കണ്ടേ? നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. കണ്ണ പരിഹാരം ഒന്നിനും ഒരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ അതെ സത്യമാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.